എൻ്റേത് തികച്ചും വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ്. ഞാൻ ലാസ്റ്റ് ഫീഡ്ബാക്ക് സെഷനിൽ പറയാമെന്ന് ബാക്കി വെച്ചതായിരുന്നു. ഞാനൊരു ലൈഫ് കോച്ചാണ്. യുണീക്ക് ഫെസ്റ്റിനെ എപ്പോഴും ഇൻസ്റ്റയിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ആ സമയം ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല, പിന്നെ വരണമെന്ന് വിചാരിക്കും, പിന്നെ ബാക്ക് ഓഫ് ചെയ്യും, വരണം വിചാരിക്കും, ബാക്ക് ഓഫ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതിനൊന്ന് പോകണം, ഇതിന് വാട്ട് ഇസ് ദാറ്റ് യുണീക്നെസ് അറിയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ മേ ബി വാട്ട് എവർ വി ആർ സീക്കിംഗ് വിൽ കം ടു അസ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന് ഞാനിവിടെ അനുഭവിച്ചത്. ഷാന മാമിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, മാമിൻ്റെ മെഡിറ്റേഷൻ, അതേപോലെ അലി അൻസർ സാറ്, ഗസാലി സാറ്. ഇന്ന് ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയുന്നത് എനിക്കൊരു ഫ്രൂട്ട് സാലഡ് കഴിച്ച പ്രതിനിധിയാണ്. കാരണം എല്ലാം കൂടെ ഒരു സ്റ്റേജിൽ എനിക്ക് വന്ന് കിട്ടിയതാണ്. പിന്നെ യുണീക്ക് ഫെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാൻ ഇന്നലെ വൈകുന്നേരം രജിസ്റ്റർ ചെയ്തത്. ഞാനിത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായി, എല്ല് പൊട്ടി, പ്ലാസ്റ്ററിലായിരുന്നു. ഒരു 4 ദിവസം മുമ്പേ, ഒരു ആഴ്ച മുമ്പെയാണ് എൻ്റെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തത്. അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് വരാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ള. പിന്നെ വിചാരിക്കും ഇറ്റ്സ് ഓക്കെ, അത് ചിലപ്പോൾ എനിക്ക് വേണ്ടതായിരിക്കില്ല. ഈവൻ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് എനിക്കിതിന് ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച്, എൻ്റെ മീറ്റ്സിനോടാണെങ്കിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് അത് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ. പക്ഷേ എന്തോ ഉള്ളിൽ നിന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. മേ ബി ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരുപാട് കാലം വിചാരിക്കുന്നു, പക്ഷെ അത് എടുക്കുന്നില്ല. ഞാനൊരു കമ്പനിയുടെ CEO ആയിരുന്നു, റിസൈൻ ചെയ്തതാണ്. പിന്നെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിൽ റബ്ബ് ഇങ്ങനെ കൊണ്ട് കാണിച്ചു തന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ബാക്ക് ഓഫ് ചെയ്തു. പക്ഷെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. August 23 വിമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് സ്റ്റാർട്ടിങ് ബാക്ക് വർക്ക് തുടങ്ങിയിട്ട് ഒരു 1.5 മാസമായി. പക്ഷേ ആ ഒരു ഇത് കിട്ടുന്നില്ലേനോ. പക്ഷെ ഇന്ന് ഇവിടെ നിന്നിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ലൈക്ക് ഇറങ്ങണോ വേണ്ടേ എന്നുള്ളതിന്ന് ഇറങ്ങണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം, എന്നെ അതിനുള്ള ഒരു കരുത്ത്, ഒരു സ്പിരിറ്റ് എനിക്ക് കിട്ടിയത് യുണീക്നെസ്സിനാണ്. വേണമെങ്കിൽ പറയാം, ഇതുപോലെ എൻ്റെ പാഷനും പേർപ്പസും ഞാൻ അറിഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ ആ യുണീക്നെസ്സിൻ്റെ ക്ലാരിറ്റി വന്നത് മാജിദ് യുണീക്നെസ്സിലൂടെയാണെന്നുള്ളത്. അതുപോലെ ഒന്നുകൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തോ നിങ്ങളിവിടെ ഫസ്റ്റ് ടൈം വരികയാണ് അല്ലെങ്കിൽ പരസ്പരം കാണാതെ വരികയെന്ന്? എനിക്ക് ഫീൽ ചെയ്തത് മാജിദിൻ്റെ വീട്ടിൽ പോയ പോലെയാണ്, അല്ലേ? അത്രയും നല്ല സർവീസ് ആയിരുന്നു. മാജിദിൻ്റെ വൈഫിൻ്റെ പേര് എനിക്കറിയില്ല, പേരെന്താ? ഷാന. ഷി വാസ് റിയലി കെയറിങ്. നമ്മൾ ഓരോരുത്തരടുത്ത് വന്ന് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലവിങ്, ഒരു കെയറിങ് ഫീലാണ് ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ലൈക്ക് നമ്മൾ ഈ കുടുംബക്കാരുടെ വീട്ടിൽ പോയ ഒരു ഫീൽ ഉണ്ടായിരിക്കില്ല, അതല്ല ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി പോയിന്റ് അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പിലും. ഈവൻ മെഡിറ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നീഡി ആയിട്ടുള്ള ആളുകളെടുത്ത് അവരെത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഹഗ് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ ദാറ്റ് ഹഗ് ഫ്രം യു മാം, ആൻഡ് ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ലാസ്റ്റ് ലീസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പകൽ സമയത്ത് 3 സ്റ്റാർസും ഉണ്ടാവാറുണ്ട്, ബട്ട് അതിനെ കാണാറില്ല ആരും. പക്ഷെ രാത്രി ആകുമ്പം അതിന് ഭയങ്കര തിളക്കം, അല്ലേ? അതെന്തുകൊണ്ടാ? ബിക്കോസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോഴാണ്. അതേപോലെ നമ്മളെല്ലാവരും 3 സ്റ്റാർസുമാണ്. നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്തെന്ന് ഷൈൻ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാലും അറിയാണ്ട്, ലൈക്ക് നമ്മൾ മനുഷ്യരാണ്, പുറത്തിറങ്ങി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും നേരിടുകയാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ചാൽ മതി. ഐ എം എ മൂൺ ഓർ ഐ എം എ സ്റ്റാർ. സ്റ്റാർ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം, കുഞ്ഞുങ്ങൾക്കേ ഇഷ്ടം അതാണല്ലോ. സ്റ്റാർ കിട്ടിയാൽ ഭയങ്കര സന്തോഷമല്ലേ? അതേപോലെ ആലോചിച്ചാൽ മതി, ഞാനൊരു സ്റ്റാറാണ്, എന്നിലേക്ക് ആ ഡാർക്ക്നെസ് വരുന്നത് ജസ്റ്റ് ഫോർ ഷൈൻ എന്ന് ആലോചിച്ചാൽ മതി. താങ്ക് യു മാജി, താങ്ക്സ് എ ലോട്ട്.